അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതു പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രാർത്ഥന ചൊല്ലി ദിവ്യ രഹസ്യങ്ങളുടെ മേൽ റൂഷ്മ ചെയ്യുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയാണ് വൈദികൻ. പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ജോൺ പോൾ പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ മനുഷ്യ മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. ഈ സമയത്ത് വൈദികൻ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നത് ഈശോയുടെ കുരിശിലെ ബലിയെ സൂചിപ്പിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് പിതാവായ ദൈവം പരിശുദ്ധ റൂഹായെ അയച്ച് ദിവ്യ രഹസ്യങ്ങളെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ എന്നാണ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്. സൃഷ്ടികർമ്മത്തിലും മറിയത്തിലും മിശിഹായിലും സ്ലീഹന്മാരിലും പ്രവർത്തിച്ച റൂഹ രൂപം നൽകുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അപ്പത്തിനെയും വീഞ്ഞിനെയും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാക്കി അവയ്ക്ക് ജീവനേകുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും. ദിവ്യ രഹസ്യങ്ങളുടെ മേൽ റൂഷ്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുകയാണ് വൈദികൻ. പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥ, ശ്രേഷ്ഠ പുരോഹിതനായ അഹറോൻ വാഗ്ദാന പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കുർബാനയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ധൂപാർപ്പണം ആണിത്.
ധൂപാർപ്പണം പാപപരിഹാരത്തിനും വിശുദ്ധീകരണത്തിനുമായുള്ള ഒരു വഴിയാണ്. പവിത്രീകരിക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തെ ആദ്യമായി കരങ്ങളിൽ എടുക്കുവാൻ പോകുന്ന പുരോഹിതൻ വിശുദ്ധിയുള്ളവനായിരിക്കണം. ശുശ്രൂഷയെയും ജനങ്ങളെയും ദിവ്യരഹസ്യങ്ങളെയും ധൂപിക്കുന്നത് അവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും അൾത്താരയോടും ദിവ്യരഹസ്യങ്ങളോടും മിശിഹായോടും ഐക്യപ്പെടുന്നതിന്റെ സൂചനയായിട്ടാണ്. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ദിവ്യകാരുണ്യം കൈകളിൽ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുന്നതിന് തന്നെയും സമൂഹത്തെയും യോഗ്യനാക്കണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. തിരുശരീരങ്ങൾ ഉയർത്തുന്നത് ഉയർപ്പിനു ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നു. തിരുശരീരം ഉയർത്തിയതിനു ശേഷം മുകളിൽ നിന്ന് താഴേക്കും വലതു നിന്ന് ഇടത്തേക്കും കുരിശാകൃതിയിൽ പുരോഹിതൻ തിരുവോസ്തി ചുംബിക്കുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തിന്റെ പേരിൽ അഗാധമായ സ്നേഹവും നന്ദിയും പ്രകടമാക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ജീവന്റെ അപ്പം വിഭജിക്കുന്ന വൈദികനെ സ്വർഗവാസികൾ ഭയഭക്തിയോടെ വീക്ഷിക്കുന്ന നിമിഷങ്ങളാണ് ഇത്. സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് അണിനിരക്കുന്ന അത്ഭുത രഹസ്യമാണ് വിശുദ്ധ കുർബാന. തിരുവോസ്തി മുറിക്കുന്നത് നമ്മുടെ പാപപരിഹാരാർത്ഥം മിശിഹായുടെ ശരീരം മുറിക്കപ്പെട്ടു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. തിരുവോസ്തി തിരുരക്തം കൊണ്ട് റൂഷ്മ ചെയ്യുകയും ഇരുഭാഗങ്ങളും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവും തമ്മിലുള്ള ഐക്യത്തെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. ശോശപ്പ വിടർത്തി വെക്കുന്നത് ഈശോയുടെ മൃതശരീരം പൊതിഞ്ഞിരിക്കുന്ന തിരുവസ്ത്രം ഉത്ഥാനത്തിന് ശേഷം കല്ലറയിൽ കിടക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നത് പാപങ്ങൾ മോചിക്കപ്പെട്ടതിന്റെ അടയാളമായിട്ടാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പൗലോസ്ലീഹായുടെ ആശംസയാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കാർമികൻ കൈവിരലുകൾ ശിരസിനു മുകളിൽ അല്പം കാണത്തക്ക വിധം സ്വയം റൂഷ്മ ചെയ്യുന്നു. ആരാധനാ സമൂഹത്തെയും ഉൾപ്പെടുത്താനാണ് കൈവിരലുകൾ ശിരസിനു മുകളിലേക്ക് ഉയർത്തുന്നത്. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ആശീർവദിച്ചതിനെ ഇത് സൂചിപ്പിക്കുന്നു. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം.